ഹായ് വെൽക്കം ടു സ്കിൽ സോൺ. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി എന്ന പാഠപുസ്തകത്തിലെ കമ്പ്യൂട്ടർ സിസ്റ്റം ഫണ്ടമെൻ്റൽസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 1 ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ ക്ലാസ് തീരുന്നതോടെ എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ള ചോദ്യത്തിന് ഒരു പൂർണ്ണ ഉത്തരം കിട്ടും. കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിനൊരു ഉത്തരം കിട്ടും. പിന്നെ അതോടൊപ്പം ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, പിന്നെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്തൊക്കെയാണ്, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അതോടൊപ്പം കമ്പ്യൂട്ടറിനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ 3 തരംതിരിക്കാം: ഡാറ്റാ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള പൂർണ്ണ ഐഡിയ നമുക്ക് ഈ ക്ലാസ് കഴിയുന്നതോടെ കിട്ടും. ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുമ്പോൾ വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, കമ്പ്യൂട്ടർ എന്നുള്ളത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് ഡാറ്റനെ അക്സെപ്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നു. നമുക്ക് ഈ ഒരു പിക്ചറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ ഡാറ്റനെ അക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് പ്രോസസ്സ് ചെയ്യുന്നു ആൻഡ് ഔട്ട്പുട്ടായിട്ട് യൂസറിലോട്ട് കാണിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ ഇവാലുവേഷൻ ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനെ കുറിച്ച് സംസാരിക്കാം. ഇവാലുവേഷൻ ഓഫ് ദി കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ജനറേഷൻ കമ്പ്യൂട്ടറാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ 1940 മുതൽ 1956 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഒരു റൂമിൻ്റെ വലിപ്പമുള്ള കമ്പ്യൂട്ടറുകളായിരുന്നു. നല്ല രൂപത്തിലുള്ള ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറായിരുന്നു. കുറച്ച് റിസൾട്ട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ 1956 മുതൽ 63 വരെ വന്നിട്ടുണ്ടായിരുന്നു. ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടായിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം പൈസ നല്ല കമ്മിയായിരുന്നു. എന്നാൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഒരു റൂമിൻ്റെ വലിപ്പം ഉണ്ടാകുമ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഒരു ടേബിളിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം ബാക്കി എല്ലാ വർക്ക്സിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഇത്തിരി കൂടി മുൻപന്തിയിലായിരുന്നു. ഹീറ്റ് കുറച്ച് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ 1964 മുതൽ 71 വരെയുള്ള കാലഘട്ടത്തിലാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടായിരുന്നു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ജനറേഷനെയും സെക്കൻഡ് ജനറേഷനെയും താരതമ്യം ചെയ്യുമ്പോൾ പാടെ ചെറുതായിരുന്നു. ആദ്യമായിട്ട് കീബോർഡും മൗസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലായിരുന്നു. അതിനുശേഷം ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലോട്ട് വരുമ്പോൾ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ 1971 മുതൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന PC ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അതൊക്കെ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ജനറേഷനെയും സെക്കൻഡ് ജനറേഷനെയും തേർഡ് ജനറേഷനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്നുള്ളത് ഭയങ്കര ഫാസ്റ്റായിരുന്നു. അത്യാവശ്യം നല്ല രൂപത്തിലുള്ള റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന PC ആയിക്കോട്ടെ, പോർട്ടബിൾ ലാപ്ടോപ്സ് ആയിക്കോട്ടെ, അതൊക്കെ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. എന്നാൽ ലാസ്റ്റ് വൺ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇന്ന് നമ്മൾ ചെറിയ തോതിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ ഫ്യൂച്ചറിൽ വലിയ സാധ്യതയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. പിന്നെ അതിനുശേഷം നമുക്ക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള പോർഷനിലോട്ട് പോവാം. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിനെ നമുക്ക് 3 തരംതിരിക്കാൻ പറ്റും. കമ്പ്യൂട്ടറിൻ്റെ ടൈപ്പിനെ സൈസ് ആൻഡ് പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനെ നമുക്ക് തരംതിരിക്കാം. ആൻഡ് പർപ്പസ്, കമ്പ്യൂട്ടറിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനെ തരംതിരിക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ആൻഡ് ഡാറ്റ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനെ 3 തരംതിരിക്കാൻ പറ്റും. ഒന്ന് ക്ലാസിഫൈഡ് ബൈ സൈസ് ആൻഡ് പെർഫോമൻസ് എന്നുള്ളതാണ്. ഒന്ന് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പേഴ്സണലി യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, അതാണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? ചെറിയ ചെറിയ വർക്ക്സ് ചെയ്യാൻ, നമ്മുടെ പേഴ്സണൽ വർക്ക്സ് ചെയ്യാനൊക്കെയാണ് നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക. മിനി കമ്പ്യൂട്ടേഴ്സാണ് സെക്കൻഡ് വൺ. അതൊരു മീഡിയം സൈസ്, ഒരു ഓർഗനൈസേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മിനി കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുള്ളത്. അടുത്തതായി
മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്നുള്ളതിൽ വരുമ്പോൾ മോർ പവർഫുള്ളായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എയർലൈന് ഇൻ്റർനാഷണലിൽ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വലിയ രൂപത്തിലുള്ള കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യേണ്ടി വരും. അതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. പവർഫുള്ളായിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഒന്നുള്ളത് സൂപ്പർ കമ്പ്യൂട്ടർ. നമ്മൾ ഇന്നത്തെ കാലത്ത് വെതർ കാര്യങ്ങളൊക്കെ റിസർച്ചിന് കാര്യങ്ങൾക്കൊക്കെ സ്പേസിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്നുള്ളത്. പിന്നെ ക്ലാസിഫൈഡ് ബൈ പർപ്പസ് എന്നുള്ളതിലോട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്നുള്ള രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്ന് ക്യാൻ പെർഫോം മൾട്ടിപ്പിൾ ടാസ്ക്. നമ്മുടെ PC എന്നുള്ളത് നമുക്ക് എന്തിനും യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ക്ലാസിഫൈഡ് ബൈ പർപ്പസ് എന്നുള്ളതിലോട്ട് വരുമ്പോൾ ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ജനറൽ പർപ്പസ്, സ്പെഷ്യൽ പർപ്പസ്. നമ്മുടെ PC ഒക്കെ ജനറൽ പർപ്പസിന് ഉദാഹരണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷന് യൂസ് ചെയ്യാൻ പറ്റും, ടൈപ്പിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും, എഡിറ്റിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATM ഒരു ഉദാഹരണമായിട്ട് കാണുക. നമുക്ക് അത് ATM പൈസ എടുക്കാനും ഇടാനും ATM ഇടാനും എടുക്കാനും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ജനറൽ പർപ്പസും സ്പെഷ്യൽ പർപ്പസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അടുത്തതായി ക്ലാസിഫൈഡ് ബൈ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്നുള്ളതിലോട്ട് വരുമ്പോൾ അനലോഗ് കമ്പ്യൂട്ടർ എന്നുള്ളത് വർക്ക് വിത്ത് കണ്ടിന്യൂസ് ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് അനലോഗ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. സോ സ്പീഡോമീറ്റർ നമുക്ക് ഉദാഹരണമായിട്ട് കാണാൻ പറ്റും. സ്പീഡോമീറ്റർ കണ്ടിന്യൂസ് ഡാറ്റ മാത്രം ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പീഡോമീറ്റർ നമുക്ക് അനലോഗ് കമ്പ്യൂട്ടറിന് ഉദാഹരണമായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് അടുത്തത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈനറി ഡാറ്റ വെച്ചുകൊണ്ടാണ്. ബൈനറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0101 മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിനാണ് ബൈനറി ഡാറ്റ എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ നമുക്ക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് ഒരു ഉദാഹരണമായിട്ട് കാണാൻ പറ്റും. ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് വിത്ത് ബൈനറി ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഒപ്പം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഡിവൈസ് നമുക്ക് ഹൈബ്രിഡ് കമ്പ്യൂട്ടറിന് ഉദാഹരണമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തതായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് 5 മെയിൻ ഫങ്ഷൻസ് ആണുള്ളത്. 1 ഇൻപുട്ട്, 2 ഔട്ട്പുട്ട്, 3 മെമ്മറി, 4 പ്രോസസ്സിംഗ്, 5 ഔട്ട്പുട്ട് ഇൻപുട്ട് പ്രോസസ്സർ. വാട്ട് ഈസ് ഇൻപുട്ട് യൂണിറ്റ് എന്നുള്ളതിലോട്ട് വരുമ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഹാർഡ്വെയർ കോമ്പണൻ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് എന്നുള്ളത്. ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ കൊടുക്കുന്നത്, ഇനിയിപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, കമാൻഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഒരു ഡാറ്റയോ ഇൻസ്ട്രക്ഷൻസോ കൊടുക്കുമ്പോൾ അത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രോസസ്സ് ചെയ്യും. സോ അതാണ് അടുത്തത്. വാട്ട് ഈസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് യൂണിറ്റ് തന്നു കഴിഞ്ഞ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലിട്ടിട്ട് പ്രോസസ്സ് ചെയ്ത് അത് ഔട്ട്പുട്ടായിട്ട് കാണിച്ചു കൊടുക്കണം. സോ ആ പ്രോസസ്സ് നടക്കുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ്. അവിടാണ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്, എറർ മെസ്സേജ് കൊടുക്കണോ അല്ല ഓക്കെ ആയിട്ട് യൂസറിന് നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് കാണിക്കണോ എന്നൊക്കെ ഉള്ള ഡിസിഷൻസൊക്കെ മേക്ക് ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ്. അടുത്തത് വാട്ട് ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, അത് പ്രോസസ്സ് ചെയ്തു, ഇനി യൂസറിലോട്ട് അത് ഔട്ട്പുട്ടായിട്ട് മോണിറ്ററോ സ്പീക്കറോ ഹെഡ്ഫോണോ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് നമുക്കൊരു സാധനം കാണിച്ചു തരണം. ഇപ്പോൾ നമ്മുടെ മൊബൈലിലാണെങ്കിൽ
നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അങ്ങോട്ട് കൊടുത്താൽ ചാറ്റ് ഇങ്ങോട്ട് കാണുമ്പോൾ അത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നുള്ളത്. വാട്ട് ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്? ഔട്ട്പുട്ട് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു വരുമ്പോൾ ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുത്തു, അത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലിട്ട് പ്രോസസ്സ് ചെയ്തു, എന്നിട്ട് അത് യൂസർ എന്താണോ കൊടുത്തത്, എന്താണോ യൂസറിന് വേണ്ടത് അത് കാണിച്ചു കൊടുക്കണം. അത് ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത ഡാറ്റ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ യൂസറിന് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് മോണിറ്റർ, സ്പീക്കർ, ഹെഡ്ഫോണൊക്കെ നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റിന് ഉദാഹരണമായിട്ട് കാണാൻ പറ്റും. വാട്ട് ഈസ് മെമ്മറി യൂണിറ്റ്? മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ടെമ്പററി ആയിക്കോട്ടെ പെർമനൻ്റ് ആയിക്കോട്ടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ എന്തൊരു ഡാറ്റ സേവ് ചെയ്യാനും നമ്മൾ മെമ്മറി യൂണിറ്റ് യൂസ് ചെയ്യുന്നു. പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സർ, IOP. ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോസസ്സറാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് ഓവർ ലോഡൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ബ്രെയിനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് IOP, ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ബ്രെയിനാണ് CPU. അതേപോലെ IOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ബ്രെയിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അടുത്തതായിട്ട് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്നുള്ള ടോപ്പിക്കിലോട്ട് വരുമ്പോൾ വാട്ട് ഈസ് ഹാർഡ്വെയർ, വാട്ട് ഈസ് സോഫ്റ്റ്വെയർ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ തൊടാൻ പറ്റുന്ന എല്ലാ സംഭവത്തിനെയും നമുക്ക് ഹാർഡ്വെയർ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഫിസിക്കലായിട്ട് നമുക്ക് തൊടാൻ പറ്റുന്ന എന്തിനേയും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയാൻ പറ്റും. ടച്ച് ചെയ്യാൻ പറ്റുന്ന എന്തിനേയും ഹാർഡ്വെയർ എന്ന് പറയാൻ പറ്റും. കീബോർഡിനെ നമുക്ക് തൊടാൻ പറ്റും, മൗസിനെ നമുക്ക് തൊടാൻ പറ്റും, മോണിറ്ററിനെ നമുക്ക് തൊടാൻ പറ്റും, CPUവിനെ നമുക്ക് തൊടാൻ പറ്റും, പ്രിൻ്ററിനെ നമുക്ക് തൊടാൻ പറ്റും. അഥവാ കമ്പ്യൂട്ടറിന് നമുക്ക് കാണാൻ കഴിയുന്ന, ഫിസിക്കലായിട്ട് കാണാൻ കഴിയുന്നതും തൊടാൻ കഴിയുന്നതുമായ എന്തിനേയും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയാൻ പറ്റും. അതേസമയം കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാമാണ് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ്വെയറിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിൽ ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്. ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയറാണ്. പിന്നെ നമുക്ക് ലാപ്ടോപ്സ് യൂസ് ചെയ്യുമ്പോൾ, ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൽ മാക് ഉണ്ട്, ലിനക്സ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്. ഇതൊക്കെ സോഫ്റ്റ്വെയറാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽ കമ്പ്യൂട്ടർ ഹൗ പെർഫോമിങ് ടാസ്ക്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു വാട്സപ്പ് എന്നുള്ള ഉദാഹരണം എടുത്താൽ, വാട്സപ്പിന് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. വാട്സപ്പ് ഒരിക്കലും ഇൻസ്റ്റഗ്രാം പോലെ വർക്ക് ചെയ്യില്ല. വാട്സപ്പിന് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും സെറ്റ് ഓഫ് പ്രോഗ്രാമും ഉണ്ടാവും. ആ രൂപത്തിലാണ് വാട്സപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് നമുക്ക് സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും, MS ഓഫീസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും, ക്രോം ബ്രൗസർ നമുക്ക് സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും, മൊബൈൽ ആപ്ലിക്കേഷൻസ് നമുക്ക് സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും. സിസ്റ്റം സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും നമുക്ക് ഉദാഹരണമായിട്ട് സോഫ്റ്റ്വെയറിന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ബസ് സ്ട്രക്ചർ ആൻഡ് ടൈപ്പ് എന്നുള്ള ടോപ്പിക്കിലോട്ട് വരുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ബസ്സാണ് കമ്പ്യൂട്ടറിലുള്ളത്. ബസ് സാധാരണ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഒരു ഡാറ്റ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പാത്ത് വേ ആണ് ബസ് എന്നുള്ളത്. അത് 3 തരത്തിലാണുള്ളത്. ഒന്ന് ഡാറ്റ ബസ്, ഒന്ന് അഡ്രസ് ബസ്, ഒന്ന് കൺട്രോൾ ബസ്. നമ്മൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിന് ഒരു ഫോൾഡർ അവിടെ പോയി എടുത്തിട്ട് വാന്ന് പറയുകയാണെങ്കിൽ ആ ഫോൾഡറിൽ എന്താ ഉള്ളത് എന്നുള്ളത് ഡാറ്റാ ബസ്സിന് മാത്രമേ അറിയുള്ളൂ. ആ ഫോൾഡർ എവിടെയാണെന്നുള്ളത് അഡ്രസ് ബസ്സിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ കൺട്രോൾ ബസ്സിനാണ് ആ ഫോൾഡർ എടുക്കണോ വേണ്ടേ എന്നുള്ളത് അറിയുള്ളൂ. ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കണു. കമ്പ്യൂട്ടറിന് 3 തരത്തിലുള്ള ബസ്സുകളാണുള്ളത്. ഒന്ന് ഡാറ്റാ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. അടുത്തതായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ബസ്സിൻ്റെ സ്ട്രക്ചർ ഇൻ കമ്പ്യൂട്ടർ എന്നുള്ളത് ഒന്ന് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ ബസ് സ്ട്രക്ചർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ
ബസ് സ്ട്രക്ചർ ഇൻ കമ്പ്യൂട്ടർ എന്നുള്ള ടോപ്പിക്കിലോട്ട് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കമ്പ്യൂട്ടറിൽ ബസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ 3 തരത്തിലുള്ള ബസ്സുകളാണെന്നുള്ളത് എന്ന് പറഞ്ഞു. ഒന്ന് കൺട്രോൾ ബസ്, പിന്നൊന്ന് അഡ്രസ് ബസ്, പിന്നൊന്ന് ഡാറ്റ ബസ്. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ബസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് കോമ്പണൻസ് ഓഫ് ബസ് എന്നുള്ളതിൽ വരുമ്പോൾ ഡാറ്റ ബസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്യാരി ദ ആക്ച്വൽ ഡാറ്റ ബിറ്റ്വീൻ കോമ്പണൻറ്റ്. ഒരു ഡാറ്റ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ബസ് യൂസ് ചെയ്യുന്നത്. അഡ്രസ് ബസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കൺട്രോൾ ബസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഓപ്പറേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ബസ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് 3 തരത്തിലുള്ള ബസ്സുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഒന്ന് ഡാറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. ഡാറ്റ ബസ് യൂസ് ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഡ്രസ് ബസ് യൂസ് ചെയ്യുന്നത് ഡാറ്റൻ്റെ അഡ്രസ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ ബസ് യൂസ് ചെയ്യുന്നത് ഡാറ്റൻ്റെ എന്താണ് കൺട്രോൾ അഥവാ എന്താണ് ഡാറ്റ കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അടുത്തത് നമ്മൾ ഈ പാഠഭാഗത്തിൽ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൺക്ലൂഷൻ എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ വാട്ട് ഈസ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട് എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ ഫസ്റ്റ് വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് കമ്പ്യൂട്ടറിൻ്റെ 5 ജനറേഷൻസിനെ കുറിച്ചും, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, 5th ജനറേഷൻ, കമ്പ്യൂട്ടറിൻ്റെ 5 ജനറേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിനെ തരംതിരിക്കുന്നത് ക്ലാസിഫൈഡ് ബൈ സൈസ് ആൻഡ് പെർഫോമൻസ് ആണ്. ക്ലാസിഫൈഡ് ബൈ പർപ്പസ്, ക്ലാസിഫൈഡ് ബൈ ഹാൻഡ്ലിംഗ് ഡാറ്റ. കമ്പ്യൂട്ടറിൻ്റെ ടൈപ്പിന് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. സൈസ് ആൻഡ് പെർഫോമൻസ്, പർപ്പസ് ആൻഡ് ഹാൻഡ്ലിംഗ് ഡാറ്റ. കമ്പ്യൂട്ടറിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ടോപ്പിക്കിലോട്ടാണ്. 5 മെയിൻ ഫങ്ഷണൽ യൂണിറ്റാണ് കമ്പ്യൂട്ടറിനുള്ളത്. ഒന്ന് ഇൻപുട്ട് യൂണിറ്റാണ്, 2 സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്, 3 ഔട്ട്പുട്ട് യൂണിറ്റാണ്, പിന്നെ 4 മെമ്മറി യൂണിറ്റാണ്, 5 ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സർ എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മെയിൻ ഫങ്ഷണൽ യൂണിറ്റാണ് കമ്പ്യൂട്ടറിനുള്ളതിന് 5 മെയിൻ ഫങ്ഷണൽ യൂണിറ്റാണ് കമ്പ്യൂട്ടറിനുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാർഡ്വെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞു, അതിനെല്ലാ ഉദാഹരണങ്ങളും പറഞ്ഞു. പിന്നെ ബസ് സ്ട്രക്ചറും ബസ്സിൻ്റെ ടൈപ്പ് കാര്യങ്ങൾ 3 തരത്തിലുള്ള ബസ്സാണുള്ളത്. ഡാറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. ഈ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് വർക്ക് നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാനുള്ള വർക്കാണ് ഗ്രോത്ത് വർക്ക്. അതിൽ ഒന്നാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ ഒരു ജനറേഷനെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരിച്ചിട്ട് എഴുതാനുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ചോദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ വിത്ത് എക്സാമ്പിൾ. ഹാർഡ്വെയർ എന്താണെന്നും സോഫ്റ്റ്വെയർ എന്താണെന്നും വിത്ത് എക്സാമ്പിൾ സഹിതം എഴുതാനാണ് രണ്ടാമത്തെ വർക്ക് എന്നുള്ളത്. മൂന്നാമത്തത് ഫങ്ഷണൽ യൂണിറ്റിൻ്റെ ലേബൽ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ വർക്കുള്ളത്. നാലാമത്തെ വർക്ക് എക്സ്പ്ലെയിൻ ഡാറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. എന്താണ് ഡാറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ് എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തത് 3 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഗ്രോത്ത് വർക്ക്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനിയൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.